Good morning all. Today is 24th July, Friday. ഒട്ടും ശീലമില്ലാത്ത ചില റുട്ടീനുകളിലേക്ക് കിടക്കാൻ പോവാണ്. കിച്ചണിലെ റുട്ടീൻ അല്ല കേട്ടോ, അല്ലാത്ത കുറച്ച് റുട്ടീനുകൾ. അപ്പോൾ അതിനെ കുറച്ചധികം ദിവസം മുമ്പോട്ട് കാണും. കിച്ചൺ വർക്കുകളൊക്കെ തീർത്ത് പിള്ളേർ പോകുന്ന ഒപ്പം തന്നെ എനിക്കും പോകേണ്ടതുണ്ട്. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള തോരനും ഫിഷ് ഫ്രൈയും എല്ലാം തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. രാവിലെ സാമ്പാറിൻ്റെ പണിയും പിന്നെ ചോറ് തിളപ്പിച്ച് റെഡിയാക്കി വെക്കാനുള്ളതും മാത്രമേ ഉള്ളൂ. സാമ്പാറിൻ്റെ പീസസൊക്കെ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രാവിലെ കയറി അത് ചെയ്ത് സമയം കളയേണ്ടി വന്നേനെ. ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. അപ്പോൾ സാമ്പാർ എടുക്കുകയും ചെയ്യാം. പിന്നെ ഇന്നലത്തെ കുറച്ച് ചട്നിയും ബാക്കിയിരിപ്പുണ്ട്. ഇന്നലെ ഫാബിയോ സ്കൂൾ വിട്ട് വന്ന സമയത്ത് യൂണിഫോം അത്യാവശ്യം നന്നായിട്ട് എന്തോ കറയൊക്കെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഈവനിങ് ഞാനത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കാരന് എനിക്കത് വാഷ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ രാവിലെ അധികമായിട്ട് പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇത് കഴുകിയിടാനായിട്ട് ഇറങ്ങി. ഞാൻ നട്ടിരുന്ന പയറേൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ ഏതാണ്ട് ഏകദേശം എല്ലാം തീരാറായി. ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം എല്ലാം കിട്ടും. അത് വിത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുവാണ്. ഇല്ലെങ്കിൽ അത് ഉണങ്ങി അവിടെ നിന്ന് തന്നെ താഴെ വീണ് പോവുകയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കയറി ചെന്നാൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ ഗ്യാസ് ഓഫായിട്ടിരിക്കുന്നു. കാറ്റുകൊണ്ടും എല്ലാം ഓഫായതായിരിക്കും എന്നാണ് വിചാരിച്ച്. പിന്നെയാണ് മനസ്സിലായത് ഗ്യാസ് തീർന്നു പോയെന്ന്. നമ്മളിതൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായതുകൊണ്ട് ഇതൊക്കെ നിസ്സാരം. അതുകൊണ്ട് ഓടിപ്പോയി അതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞ് കയറി ചെന്ന് ഒരു ചായ ഇട്ട് പിള്ളേരുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവരെ ഇന്ന് ഞാൻ തന്നെയാണ് ഡ്രോപ്പ് ചെയ്തിട്ട് വൈകുന്നേരം പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ബസ് വരുന്നതിലും 10 മിനിറ്റ് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ 8:30 എൻ്റെ പണികളെല്ലാം അവസാനിച്ചു. എങ്ങോട്ടേലുമൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല അടുക്കും ചിട്ടയായിട്ടെല്ലാം നീറ്റായിട്ട് കിടന്നിട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ വൃത്തിയിൽ കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സമാധാനമാണ്. സാമ്പാർ ഉണ്ടാക്കിയത് 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നൈറ്റിലേക്ക് എടുക്കാം, ഒരു പാത്രത്തിൽ നാളത്തേക്കും എടുക്കാം. പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി, പ്രാർത്ഥനയും കഴിഞ്ഞു, പതുക്കെ ഇറങ്ങും കേട്ടോ. ബൈ.